ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പുരുഷന്മാർ സ്ത്രീകളിൽ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാഹചര്യങ്ങളെയും വാക്കുകളെയും വ്യക്തികളെയും ആശ്രയിച്ചിരിക്കും. എങ്കിലും പൊതുവായ ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പുഞ്ചിരിയും മുഖഭാവവും. മിക്ക സ്ത്രീകളും എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണോ? അല്ല. ഒരാളുടെ മുഖത്തെ പുഞ്ചിരി മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് ഊർജ്ജം നൽകുന്നതെന്നാണ് പറയുന്നത്. ആത്മവിശ്വാസമുള്ള പ്രസന്നമുള്ള മുഖഭാവമാണ് പുരുഷന്മാർ ആദ്യമായി ശ്രദ്ധിക്കുന്ന കാര്യം. വസ്ത്രധാരണ രീതി. നമ്മൾ വളരെ വില കൂടിയ വസ്ത്രം ധരിക്കുന്നവരാണോ? ഓരോരുത്തർക്കും ഇണങ്ങുന്നതും നല്ല രീതിയിൽ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഫലമാണ്. നമ്മൾ വില കൂടിയ വസ്ത്രം ധരിക്കണമെന്ന് തന്നെ ഇല്ല. വില കൂടിയ വസ്ത്രം ധരിച്ചാൽ അവരെന്നെ നോക്കും, അട്രാക്ഷനാകും എന്നൊക്കെ പറയുന്ന ആൾക്കാരും ഭൂരിഭാഗം പറയുന്ന ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാലും അതിനെ വൃത്തിയായി ധരിക്കുന്നതും അതിനെ വൃത്തിയായി ധരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രതിഫലമായി കാണുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ്, ഐ. നമ്മൾ മിക്കവരും കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്ന ആൾക്കാരാണ്. അവർ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ മിക്ക പുരുഷന്മാരും ശ്രദ്ധിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ സത്യസന്ധതയും താല്പര്യത്തെയും സൂചിപ്പിക്കുന്നു. മിക്കവരും കണ്ണുകളിൽ നോക്കി തന്നെയാണ് സംസാരിക്കുന്നത്. കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. സംസാര രീതിയും ശബ്ദവും. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും മറ്റുള്ളവരുടെ പെരുമാറ്റം എന്നിവ വളരെ വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. മാന്യമായി സംസാരിക്കുന്ന നല്ലൊരു ഇംപ്രഷൻ തോന്നിക്കും. നമ്മളുടെ സംസാര ശൈലി എങ്ങനെ സംസാരിക്കണം എന്നുള്ളതും എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നതും പെട്ടെന്ന് ഇംപ്രഷൻ ചെയ്യാനും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ്. നിങ്ങൾ സ്വയം എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. എന്നെപ്പറ്റി ഞാൻ തന്നെ അവതരിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കുന്ന രീതിയും നടക്കുന്ന രീതിയിലും പ്രകടനമാക്കുന്ന എല്ലാം പുരുഷന്മാരെ വളരെ ആകർഷിക്കാറുണ്ട്. പിന്നെ ഉള്ളത് ശുചിത്വം. നമ്മളെല്ലാവരും ശുചിത്വമുള്ള വ്യക്തികളാണ്. നന്നായി മുടിയൊക്കെ ചീവി വൃത്തിയുള്ള കൈകൾ. നമ്മൾ സ്പ്രേ തന്നെ അടിച്ചുകൊണ്ട് നടക്കണമെന്നില്ല. നല്ല വൃത്തിയെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നന്നായി കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇതിനെക്കാട്ടി ഉപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായ സൗന്ദര്യത്തെക്കാൾ ഒരാളുടെ പെരുമാറ്റം, മാന്യത, ആത്മവിശ്വാസം എന്നിവയൊക്കെയാണ് ദീർഘകാലമായി പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ. പിന്നെ അടുത്ത് ഞാൻ നിങ്ങളുമായി പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുരുഷന്മാരുടെ ഭാഗം മാത്രം അറിഞ്ഞാൽ മാത്രം പോരല്ലോ. അതിനെക്കാട്ടി സ്ത്രീകൾ ആണുങ്ങളിൽ കാണുമ്പോൾ കുറച്ചു കാര്യങ്ങളാണ്. അവരും എങ്ങനെയാണ് നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കണ്ടേ. സ്ത്രീകൾ പുരുഷന്മാരെ കാണുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കുന്ന കാര്യം എന്തൊക്കെയാണെന്ന് അറിയാമോ? അല്പ വ്യത്യസ്തമാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞതിനെക്കാട്ടിയും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ശാരീരികമായ വ്യക്തികളെക്കാൾ ഉപരി ഒരാളുടെ സ്വഭാവം തെളിവാക്കുന്ന സൂചനയാണ് സ്ത്രീകളും കൂടുതലായി ശ്രദ്ധിക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. വൃത്തിയും ശുചിത്വവും. ഗ്രോമിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയും ശുചിത്വവുമാണ് സ്ത്രീകൾ ആദ്യമായി നോക്കുന്നത്. അതിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? നഖങ്ങളാണ്. കൈനഖങ്ങൾ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ടോ എന്നത് പല സ്ത്രീകളും ശ്രദ്ധിക്കാറുണ്ട്. നഖങ്ങൾ വെട്ടി വൃത്തിയായി സൂക്ഷിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ മുടിയും താടി എത്രത്തോളം ഭംഗിയായിട്ട് പരിപാലിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ അവരുടെ ഗന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായി പെർഫ്യൂം അടിച്ചുകൊണ്ട് നടക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ അമിതമായി പെർഫ്യൂം അടിക്കുന്നതിനേക്കാൾ നല്ലൊരു ഗന്ധം നിലനിർത്തുന്ന പോസിറ്റീവ് ഇംപ്രഷൻ നൽകും. ഒരാൾക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ സ്പ്രേ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ പോസിറ്റീവ് ഇംപ്രഷൻ നൽകുന്നതും അവരുടെ നല്ലൊരു ഇംപ്രഷൻ നൽകുന്നതും അവരുടെ ബോഡി അനുസരിച്ചാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാദരക്ഷകൾ. ഒരാളുടെ ചെരുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ വ്യക്തിത്വം അറിയാമെന്നാണ് പറയുന്നത്. ഇത് പറയുന്ന ആൾക്കാർ തന്നെയാണ്. അവരുടെ ചെരുപ്പ് നോക്കിക്കഴിഞ്ഞാൽ അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണ്, അയാൾ എങ്ങനെ സൂക്ഷിക്കുന്നു, അയാളുടെ ശരീരം എങ്ങനെ സൂക്ഷിക്കുന്നു, അതിലൂടെ മനസ്സിലാക്കാം എന്നാണ് പണ്ടത്തെ ആൾക്കാർ പറയുന്നത്. വൃത്തിയുള്ളതും സാഹചര്യത്തിന് അനുയോജ്യമായ ചെരുപ്പുകൾ ധരിക്കുന്നത് വളരെ ശ്രദ്ധിക്കാറുണ്ട്.
വൃത്തിയുള്ള ചെരുപ്പുകൾ ധരിക്കുന്നതും ഏത് സാഹചര്യത്തിലും എങ്ങനെയുള്ള ചെരുപ്പുകൾ ധരിക്കുന്നു എന്നുള്ളതും അവർ വളരെയധികം ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. പിന്നെയുള്ളത് പെരുമാറ്റം. മറ്റുള്ളവരോട് പ്രത്യേകിച്ച് എങ്ങനെ പെരുമാറണം, പിന്നെ കടകളിലെ ജീവനക്കാരോട്, ഡ്രൈവർമാരോട്, പുരുഷന്മാരുടെ പെരുമാറ്റം സ്ത്രീകൾ നിരീക്ഷിക്കാറുണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനത്തോടെയുള്ള സംസാരം വലിയൊരു ആകർഷണമാണ്. മറ്റുള്ളവരോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നത് എന്നത് സ്ത്രീകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അടുത്ത് വന്നു കഴിഞ്ഞാൽ ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മിക്ക സ്ത്രീകളും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. തമാശകൾ പറയുന്നതും തമാശകൾ ആസ്വദിക്കുന്നതും. ഈ തമാശകൾ പറയുന്ന വ്യക്തികളെ സ്ത്രീകൾ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. നിൽക്കുന്ന രീതി, കൂനിക്കൂടിയിരിക്കാതെ നിവർന്ന് നിൽക്കുന്ന രീതി ആത്മവിശ്വാസമുള്ള ഒരു രീതിയാണ്. പിന്നെ ഇവരെ ഐ കോണ്ടാക്ട്, സംസാരിക്കുമ്പോൾ ഐ നോക്കി സംസാരിക്കുന്നത് ആത്മവിശ്വാസത്തെയും മാന്യതയും സൂചിപ്പിക്കുന്നു. നമ്മൾ സ്ത്രീകളിൽ പറയുന്നത് പോലെ തന്നെ കണ്ണുകളിൽ നോക്കി തന്നെ സംസാരിക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തെ മാന്യതയെ സൂചിപ്പിക്കുന്നു. പിന്നെ എന്ന് പറയുന്നത് വസ്ത്രധാരണ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും എന്നതിനേക്കാളും അവർക്ക് അനുയോജ്യമായ വസ്ത്രം ധരിക്കുന്നതും എന്നും അവ വൃത്തിയുള്ളതാണോ എന്നും ശ്രദ്ധിക്കപ്പെടും. പിന്നെ എന്നുള്ളത് സെൻസ് ഓഫ് ഹ്യൂമർ. സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമാശകൾ ആസ്വദിക്കാനും തമാശകൾ പറയുന്നതും മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള കഴിവ് മിക്കവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ലളിതമായി സംസാരിക്കുന്നതിനേക്കാളും തമാശകൾ പറയുന്ന ആൾക്കാരെ മിക്കവർക്കും ഇഷ്ടപ്പെടും. ഇത് ചിലരെ നോക്കിക്കഴിഞ്ഞാൽ എന്തെന്ന് പറഞ്ഞാലും ഗൗരവത്തിൽ പറയുന്ന ആൾക്കാരാണ്. എന്ത് പറഞ്ഞാലും പുഞ്ചിരിയോടും സ്നേഹത്തോടും തമാശകൾ പറയുന്ന ആൾക്കാരെ സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മവിശ്വാസം. സ്വയം വിശ്വസിപ്പിക്കുക. നിലപാടുകൾ പൂർണ്ണതയിൽ നിൽക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഇത് അമിതമായി അഹങ്കാരമായി മാറരുത് എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ഇന്ന ആളെന്ന് പറയുന്ന ആൾക്കാരെ അവരിഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അഹങ്കാരം മാത്രം മാറ്റിവെച്ച് അഹങ്കാരം ഇല്ലാത്തൊരു പുരുഷനെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. നല്ല സൗമ്യതയോടും സ്നേഹത്തോടും പറയുന്ന പുരുഷനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചുരുക്കത്തിൽ ഒരു പുരുഷന് എത്രത്തോളം മാന്യതയും ബഹുമാനവും ആത്മവിശ്വാസമുള്ളവരാണെന്നാണ് സ്ത്രീകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു പുരുഷനിൽ എത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് നിരീക്ഷിച്ച് നോക്കിയോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പം ഇനി എൻ്റെ വീഡിയോ എല്ലാവരും തുടർന്ന് കാണണം. ഈ ചെറിയ ചെറിയ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നെ മുന്നോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ കണ്ടൻറ്റുകളൊക്കെ നമ്മൾ കൂടുതൽ സ്ത്രീകളും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന് കമൻറ്റും കൂടെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.